അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സഹോദരങ്ങളെ, നമ്മുടെ ഇന്ത്യ ഒരു പുതിയ ഇന്ത്യയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അങ്ങനെ ആകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഞാൻ അങ്ങനെ പുതിയ ഇന്ത്യ എന്ന് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 10 വർഷം കാലങ്ങളിലില്ലാത്ത ഒരു പ്രത്യേകതയാണ് ഇപ്പോഴത്തെ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നാം ഓരോ വാർത്തകൾ കേൾക്കുന്നതും നാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതും. കാരണം കഴിഞ്ഞ 10 വർഷം ഒരു ശക്തമായ പ്രതിപക്ഷമോ അല്ലെങ്കിൽ ഒരു ശക്തമായി പരിഹരിക്കാൻ കഴിയുന്നവരോ ഉണ്ടായിരുന്നില്ല. പാർലമെൻറ്റിൻ്റെ അകത്ത് ഒരു കാര്യം ഇവിടെ പറയും, അവർ തന്നെ ബില്ല് പാസ്സാക്കും, അവതരിപ്പിക്കുന്ന ബില്ല് പറയുന്നു, പാസ്സാക്കുന്നു, അതിനെതിരെ പറയുന്നവരെ പിടിച്ച് പുറത്താക്കുന്നു. ഇതാണ് നടന്നുകൊണ്ടിരുന്നത്. ഏതായാലും ഇനിയുള്ള നാളുകൾ ഒരുപക്ഷെ അങ്ങനെ നടക്കണമെന്നില്ല. അതാണ് ഏറ്റവും വലിയ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് വല്ലാത്ത സന്തോഷം തോന്നുന്നത്. കാരണം ജനാധിപത്യ രാജ്യം, അത് മതേതരത്വവും ജനാധിപത്യ മൂല്യവും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇതെല്ലാം ഇവിടെ വൈവിധ്യത്തോടുകൂടി ചേർത്ത് പിടിച്ചു പോകുമ്പോഴാണ് ഇന്ത്യ എന്ന ഈ മഹത്തായ രാജ്യം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കടന്നു പോകാൻ കഴിയുക. ഏതായാലും രാഹുൽ ഗാന്ധി എന്ന ഒരു യുവനായകൻ, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമെന്ന് പറഞ്ഞാൽ താഴേത്തട്ടിൽ നിന്നാണ്. പാവങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന, പാവങ്ങളുടെ ദുഃഖങ്ങൾ കേൾക്കാൻ കഴിയുന്ന, സാധുക്കളോട് വല്ലാത്ത സ്നേഹത്തിൻ്റെ കരുണയുടെ ഭാഷ്യത്തോടുകൂടി സംസാരിക്കാൻ കഴിയുന്ന ഒരു യുവ നേതാവിനെയാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷ നേതാവായി കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല നല്ലൊരു പ്രതിപക്ഷമാണ്. എന്തുണ്ടെങ്കിലും അതിനെ ചോദ്യം ചെയ്യപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള നല്ലൊരു പ്രതിപക്ഷമാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൽ ഉള്ളത്. പക്ഷേ നാം ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം, ഈ പ്രതിപക്ഷം എല്ലാവരും കൂടെ ചേർന്ന് നിന്നാൽ മാത്രമാണ് സഹോദരങ്ങളെ നമ്മുടെ ഒരു രാജ്യം നല്ല ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക. കൂട്ടത്തിലൊരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. ഈ അടുത്ത കാലങ്ങളിലായി ഒരു പുതിയ ഭരണ സംവിധാനം കയറി വന്നപ്പോൾ നമ്മളൊക്കെ ഒരുപാട് സന്തോഷിച്ചു. കാരണം നല്ലൊരു പ്രതിപക്ഷമുണ്ട് എന്ന് കരുതിയിട്ട്. പക്ഷേ ഈ ഇടയ്ക്ക് ഉത്തരേന്ത്യയിൽ നടന്ന കുറേ സംഭവങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ നമ്മുടെ വല്ലാതെ മനസ്സിനെയൊക്കെ ഭയപ്പെടുത്തുന്നതാണ്. ഏതായാലും കൊള്ളാം, അതൊക്കെ ഇനി മാറുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഏതായാലും കാരണം ഒരുപാട് പേരെ കൊല ചെയ്യപ്പെടുകയാണ്, അതും തല്ലിക്കൊല്ലുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. വല്ലാത്ത ഭീതി ജനിതമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ഉത്തരേന്ത്യ ഇപ്പോഴും കടന്നു പോകുന്നത്. നമ്മുടെ ശക്തമായ പ്രതിപക്ഷം നമുക്ക് കാവലായിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഏതായാലും പ്രതീക്ഷിക്കാം. വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യം ഓർക്കുമ്പോൾ. കാരണം ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഈ രാജ്യത്തിൻ്റെ എല്ലാവിധ മൂല്യങ്ങളും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു പ്രതിപക്ഷമാകട്ടെ എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ആഗ്രഹിക്കാം. കാരണം ഒരുപാട് കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരുന്ന എത്രയോ വെല്ലുവിളികളുണ്ടായിരുന്നു. പൗരത്വത്തിൻ്റെ വിഷയമായിക്കൊള്ളട്ടെ, ഏക സിവിൽ കോഡായിക്കൊള്ളട്ടെ, മതന്യൂനപക്ഷങ്ങളോടുള്ള വല്ലാത്ത അസഹിഷ്ണുത, അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നം പിടിച്ച ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ ഈ രാജ്യം കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഏതായാലും ഇനിയുള്ള നാളുകൾ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഏതായാലും ഇതുവരെയുള്ള വർത്തമാനങ്ങളും ഒക്കെ നമുക്കേറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. രാഹുൽ ഗാന്ധി എന്ന നേതാവ് നമുക്കേറെ പ്രതീക്ഷയുള്ള നേതാവാണ്. കാരണം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പാർലമെൻറ്റിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഇമേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ ഏതായാലും നല്ല ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. അവരുടെ വില കളയാതിരുന്നാൽ ഇനി ഏതായാലും കോൺഗ്രസ് വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരവസ്ഥയിലേക്ക് കടന്നു വരും. കാരണം കോൺഗ്രസ് തകർന്നു പോയാൽ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളൊരു രാഷ്ട്രീയപരമായിട്ടൊരു ചർച്ചയല്ല ഞാൻ ഈ പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രമുഖരായ ഒരു പാർട്ടി ആയിരുന്നല്ലോ, അത് തകർന്നു പോയാൽ പിന്നെ ഈ രാജ്യത്തിൻ്റെ അങ്ങോട്ടുള്ള എല്ലാം തകർന്നു പോയതാണ്. അപ്പോൾ ആ പാർട്ടിയെ ചേർത്ത് പിടിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയട്ടെ. അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോഴാണ് മറ്റുള്ള സഖ്യകക്ഷികൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരുമയോടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഈ മനോഹരമായ രാജ്യത്തെ നല്ല രീതിയിൽ നമുക്ക് കെട്ടിപ്പടുത്താൻ കഴിയും. നല്ല രീതിയിലെന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ മതക്കാർക്കും ഇവിടെ സ്നേഹത്തോടെ ജീവിക്കണം. ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും മറ്റുള്ള മതക്കാരനായാലും എല്ലാവർക്കും സ്നേഹത്തോടുകൂടി അവനവൻ്റെ മതത്തിൻ്റെ ഐഡൻറ്റിറ്റിയിൽ ജീവിക്കാൻ കഴിയുമ്പോഴാണ് സഹോദരങ്ങളെ നമുക്ക് നല്ല ഒരു ജീവിതം ഇവിടെ നയിക്കാൻ കഴിയുക. അല്ലാതെ തുപ്പിയിട്ടതിൻ്റെ പേരിൽ
തലമറച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ വരദ ധരിച്ചതിൻ്റെ പേരിൽ അവ മുസ്ലിമാണ്, മുസ്ലിമിനോട് മിണ്ടാൻ പാടില്ല, മുസ്ലിമിനെ കാണുമ്പോൾ നമ്മൾ മാറി നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ തിരിച്ചും അവർ ഇന്ന മതക്കാരാണ്, മതം നോക്കിയിട്ട് ജാതി നോക്കിയിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ വേർതിരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു അപകടം പിടിച്ച അവസ്ഥയാണ്. അതിനെ നമുക്കാർക്കും നിരാകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഏതായാലും ഇനിയുള്ള നാളുകൾ നമുക്ക് ശുഭപ്രതീക്ഷയോടുകൂടി നല്ല ഒരു ഇന്ത്യയുടെ വീണ്ടെടുപ്പിനെ നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് വളരെയേറെ ആകാംക്ഷയോടെ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് സന്തോഷം തോന്നുന്ന വർത്തമാനങ്ങളാണ് ഇപ്പോൾ ഓരോ ദിവസവും നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങളും ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട് പാർലമെൻറ്റിൽ ഒരു ഗർജനം പോലെ തന്നെയാണ്. ആലോചിച്ച് നോക്കിയ സ്പീക്കറായ ഓം ബിർളയുടെ മുന്നിൽ വല്ലാത്ത വാചാലനായിക്കൊണ്ട് 1.5 മണിക്കൂർ തൻ്റെ സ്വയശിഷ്ടമായ ശൈലിയിൽ മുന്നിൽ ഇരുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് കൈ ചൂണ്ടി വിരൽ ചൂണ്ടി സംസാരിച്ച രാഹുൽ ഗാന്ധിയുടെ മനോഹരമായ ആ വീഡിയോകൾ നമ്മൾ കണ്ടതാണ്. അതൊരു ശുഭസൂചനയാണ് പ്രിയപ്പെട്ടവർ. അതുപോലെ നമുക്കൊരു ശക്തമായ പ്രതിപക്ഷവും പോയുണ്ട്. ഏതായാലും നമ്മുടെ രാജ്യം നല്ല ഒരു രീതിയിലേക്ക് ഭരണഘടന അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, ഐക്യത്തോടുകൂടി, സമാധാനത്തോടുകൂടി നാളുകൾ നമുക്ക് സമാധാനം പുലരുന്ന നാളുകളായി മാറട്ടെ എന്ന് നമുക്ക് വളരെയേറെ ആഗ്രഹിക്കാം. അങ്ങനെ ആകട്ടെ. രാഹുൽ ഗാന്ധി എന്ന നേതാവിൻ്റെ കയ്യിൽ നമ്മുടെ ഈ രാജ്യം ഭദ്രതയോടുകൂടി കടന്നു പോകട്ടെ, നല്ലൊരു പ്രതിപക്ഷം നല്ലൊരു ഐക്യത്തോടുകൂടി നിലനിന്നു പോകട്ടെ എന്ന് വളരെയേറെ ആഗ്രഹിക്കുന്നു, പ്രത്യാശിക്കുന്നു.